Hi friends, Assalamualaikum, Namaskaram. Welcome back my channel Rasfi's Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എരിവും പുളിയും മധുരമൊക്കെ ചേർന്നിട്ടുള്ള ഒരു അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ്. അതും ലെമണും ഡേറ്റ്സ് ഒക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ലെമൺ ഡേറ്റ്സ് പിക്കിളാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കുന്നതിന് തൊട്ട് മുൻപായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. സ്റ്റൗവിൽ ഇതുപോലുള്ള ഒരു പാത്രം വെച്ച് ഒന്ന് ചൂടാവാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 5 ഗ്രാം കായാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വറുത്തിട്ട് കോരിയെടുക്കാം. ഇനി കായപ്പൊടി വറുത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. കായ ഇപ്പം ഏകദേശം വറവായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇതുപോലെ വറുത്ത് കോരിയെടുത്താൽ മതി. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് ഞാനൊരു അരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ അരിപ്പത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എടുക്കാൻ കഴിയും. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇട്ടിട്ട് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്ന് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു വറവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. എണ്ണ ഒന്ന് പോയതിന് ശേഷം കുറച്ച് ടൈം ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. ആ എണ്ണ ഒക്കെ അതൊന്നങ്ങ് ഒഴിഞ്ഞു പോവും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുക് ഏകദേശം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 അല്ലി കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 കപ്പ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 1/2 കപ്പ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടിയാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ടൈം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിമൊക്കെ ലോ ആക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ ഒക്കെ കളറ് പെട്ടെന്ന് തന്നെ ചേഞ്ചായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇതിലിട്ടിട്ട് വറുത്തെടുക്കാം. ഈ മുളക് പൊടി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ എടുക്കാൻ കാരണം നമ്മുടെ വീട്ടിൽ അച്ചാറുണ്ടാക്കിയാൽ പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ടാണ്. കുറേ കാലം എടുത്തു വെക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എണ്ണ യൂസ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അച്ചാർ കേടുവരാതിരിക്കും. ഇപ്പം മുളക് പൊടി ഏകദേശം വറവായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുനാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ചെറുനാരങ്ങ ഒന്ന് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മളൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചാർ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കയ്പ്പൊക്കെ പോവുകയും ചെയ്യും. അപ്പം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുളക് പൊടി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കുറച്ച് ടൈം അതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഡേറ്റ്സ് ആഡ് ചെയ്താൽ മതി.
ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇനി കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ടൈം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒന്ന് കഴുകി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിന് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 ഈക്വൽ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. 1 കിലോന് ചെറുനാരങ്ങയും അതേപോലെ തന്നെ 1 കിലോന് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് സുർക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളക്കാനായിട്ട് വെക്കുകയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരും. അലിഞ്ഞു വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ അച്ചാറിന്. ഇപ്പോൾ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അതിലൊക്കെ നന്നായിട്ട് ആ ഒരു ചെറുനാരങ്ങയിലൊക്കെ മധുരം നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. ഇനി കുറച്ച് ടൈമും കൂടെ നമുക്കിങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടൈറ്റായി വന്നപ്പോൾ ഒരു 1/2 കപ്പും കൂടെ സുർക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അച്ചാർ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തള്ളിയിട്ട് മുകളിലോട്ട് വന്നിട്ട് കണ്ടില്ലേ. അപ്പോൾ ഏകദേശം അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുളകോ അല്ലെങ്കിൽ പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അച്ചാർ നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിടുകയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും അതുപോലെ തന്നെ കായും ഞാനൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മധുരം എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണ് ഷുഗർ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. എന്താ വെച്ചാൽ ഈത്തപ്പഴത്തിൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് ആഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് എടുത്ത് വെക്കാം. തണുത്തതിന് ശേഷം ഞാനൊരു എയർ ടൈറ്റ് ബോട്ടിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുനാരങ്ങ ഈത്തപ്പഴം അച്ചാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും.
നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബായ്. അസ്സലാമു അലൈക്കും.